മാനസമൈനാ. നിന്റെ അച്ഛൻ്റേതുപോലെ വൃത്തികെട്ട മനസ്സാണോ നിന്റെയും? എന്തമ്മേ? അംബിക പോയതിൽ നീയും സന്തോഷിക്കുന്നുണ്ടോ? ഇല്ലമ്മേ, ഞാനവളെ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു. എങ്കിലൊന്ന് പോയി അന്വേഷിച്ചൂടെ? എന്തു പറ്റിയെന്നെങ്കിലും അറിയണ്ടേ? എവിടെ പോയി ആരോട് ചോദിക്കാനാ? സിദ്ധാർത്ഥം വന്നത് നീ കണ്ടില്ലേ? കണ്ടു. മനഃപൂർവ്വം ഇറങ്ങിയവരായിരുന്ന. വന്നിട്ട് എന്തു പറയാനാ? ഗോപുമോളെ പോലീസ് കണ്ടുപിടിച്ചു എന്ന് കഴക്കൂട്ടം സ്റ്റേഷനിലുണ്ട്. ഉണ്ടോ? ഈശ്വര, കുഞ്ഞിനെ കിട്ടിയപ്പോ കുഞ്ഞിന്റെ അമ്മയെ നഷ്ടപ്പെട്ടു. എന്തൊരു ഗതികേടാ ഇത്. നീ സ്റ്റേഷനിലേക്ക് ചെല്ല്. നിന്റെ കുട്ടിയല്ലേ? അപ്പൊ അവളെ വിളിച്ചോണ്ട് വരേണ്ടത് നീയല്ലേ? ഞാൻ പോവാം, ചെന്ന് വിളിച്ചോണ്ട് വരാം. എന്താടാ? പാപ്പാ, പാപ്പാ, ഇത്രയ്ക്ക് നീറ്റ്നെസ് ഇല്ലാത്ത ആളെ പോലും എന്റെ പാപ്പ. ആ കാലൊന്ന് കഴിക്കൂടെ? ഞാൻ പറമ്പിന്ന് കേറി വരികയല്ലേ, പെട്ടെന്ന് വിളിച്ചപ്പോ. പറമ്പിന്ന് ഓടി വരാനുള്ള സമയമായിട്ടില്ലല്ലോ. നോക്കട്ടെ. ഓഹോ, മുങ്ങിയോ? ഈ പപ്പയെ കൊണ്ട് ഞാൻ തോറ്റു. അത് പോട്ടെ, നീ വിളിച്ച കാര്യം പറ. ആ എന്റെ ചുണ്ടെനിക്ക്. ആ, അപ്പൊ ബ്രെയിനിൽ സിഗ്നൽ കിട്ടി തുടങ്ങി. അതാ, ഡോണ്ട് വറി, റിക്കവറി ആവും. സൂയിസൈഡ് അറ്റംപ്റ്റ് ആയിരുന്നു അല്ലേ പപ്പ? പുലർച്ചയ്ക്ക് നല്ല മഞ്ഞല്ലായിരുന്നു. യെല്ലോ ലൈറ്റില് പപ്പ കഷ്ടിച്ച് ഓടിച്ചു വരുമ്പോഴാ പെട്ടെന്നൊരു നീഴ് പോലെ വന്ന് കുറുകെ ചാടുന്നത്. സ്പീഡ് കുറവായിരുന്നുകൊണ്ട് തട്ടിത്തെറിച്ച് വീണു. അല്ലെങ്കിൽ വണ്ടി കയറി ഇറങ്ങിയനെ. പോലീസ് അടിക്കണ്ടേ പാപ്പ? മേഡം വേണം, ബോധം തെളിയട്ടെ. ആരാ എന്തെന്നൊക്കെ അറിയണമല്ലോ. വണ്ടി ഇടിച്ചതിന് പപ്പ അകത്ത് പോവൂ. കരുനാക്ക് വളച്ചൊന്നും പറയില്ലേടാ. ഒരു കുഴപ്പം വരില്ല. നീ അപ്പൊ എന്റെ അടുത്തേക്ക് ചെല്ല്. ഞാന് വാഴ നനച്ചു കഴിഞ്ഞില്ല. പ്രാക്ടീസ് ഉള്ള ഒരു ഡോക്ടർ അല്ലേ? എന്തിന് വാഴയുടെയും ചേനയുടെയും ഇടയ്ക്കിരുന്ന് നശിക്കുന്നു? നശിക്കാനോ? ഇതല്ലേടാ എന്റെ ജീവിതം. എനിക്കറിയില്ല ഹരിയേട്ടാ, അങ്ങനെ ഒരു തോന്നലിൽ ഇറങ്ങി പോകുന്ന ആളൊന്നും അല്ല അംബിക. അത്തരം വെട്ടിത്തരൊന്നും കാണിക്കില്ല. വിവാഹം കഴിയുന്നതിന് മുമ്പ് ഒരു കുട്ടിക്ക് ജന്മം കൊടുത്തത് തന്നെ ഹിമാലയൻ വിഡ്ഢിത്തം അല്ലേ സിദ്ധാർത്ഥ? അതൊരു വിഡ്ഢിത്തൊന്നും ആയിരുന്നില്ല ഹരിയേട്ടാ. അമിതമായിട്ടൊരാളെ വിശ്വസിച്ചു പോകുമ്പോ ഏത് പെണ്ണിനും സംഭവിച്ചു പോകാവുന്ന ഒരു അബദ്ധം. അതിനപ്പുറം എന്റെ അനിയത്തി തെറ്റ് ചെയ്തിട്ടില്ല. മൈനെ പോലെ അല്ലേ? മറുപടി ആഗ്രഹിച്ച് ചോദിച്ചതോ പറഞ്ഞതോ അല്ല. മനസ്സിൽ കിടന്ന് നീറുന്നൊരു സത്യം ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ തികട്ടി വരുന്ന. അതുപോട്ടെ, ഈ അംബിക എവിടെ പോയിട്ടുണ്ടാവാനാ സാധ്യത? അറിയില്ല ഹരിയേട്ടാ.
അങ്ങനെ പോകാൻ മാത്രം ആരുമായിട്ടും ഒരടുപ്പമില്ല അവക്ക്. എനിക്കെന്തോ പേടിയാവാ, അരുതാത്ത എന്തോ സംഭവിച്ച പോലെ. അന്വേഷിക്കാം. ലോക്കൽ സ്റ്റേഷനിലെല്ലാം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എവിടെന്നെങ്കിലും കണ്ടുപിടിക്കാം. സിദ്ധാർത്ഥനാദ്യം ഈ കുട്ടിയുടെ കാര്യം ശ്രദ്ധിക്കുക. ഇവൾക്കെന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. മോളെ, മാമനെ മനസ്സിലായില്ല എന്റെ കുട്ടിക്ക്. ജീവിതം വല്ലാത്തൊരു കുരുക്കാവോ ഹരിയേട്ട. അഴിക്കാൻ ശ്രമിക്കും തോറും വീണ്ടും കെട്ടിപ്പിടിച്ച് സങ്കീർണമാവുന്ന വലിയ കുരുക്ക്. ഇന്നെന്താ ഡോക്ടറെ അടുക്കളയിലേക്ക് കണ്ടില്ലല്ലോ? എന്തോ ഒരു മൂഡ് ഓഫ്. ഹോസ്പിറ്റലിലേക്കും പോകുന്നില്ലല്ലോ? മനസ്സ് നേരെയാണെങ്കിലല്ലേ രോഗികളുടെ പൾസ് അറിയാൻ പറ്റൂ. ഇടയ്ക്കൊക്കെ പോവും. ചില സ്ഥിരം പേഷ്യൻസിനെ ഡോക്ടർ ജേക്കബിന് കൊടുത്തു. സ്വസ്ഥത കിട്ടുമല്ലോ. ഗൗരിച്ചിക്ക് എന്താ മാനസിക ടെൻഷൻ? എന്തു പറ്റി? നിനക്കറിയാവോ ഒരു അമ്മണിയമ്മേ? അമ്മണിയമ്മയോ? ഇല്ല. ഏട്ടൻ എപ്പോഴെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരാളെ കുറിച്ച് കേട്ടിട്ടില്ല. ഏതോ ക്ലിനിക്കുമായി നിന്റെ ഏട്ടന് നല്ല ബന്ധമുണ്ട്. ക്ലിനിക് എന്ന് പറയുമ്പോ ചെറിയ ഏതോ ആശുപത്രി. ഏട്ടൻ എവിടെയൊക്കെ പരിചയമുണ്ടെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? എന്താ ഗൗരിയേച്ചി അങ്ങനെ ചോദിക്കാൻ? ഹരിയുടെ പോക്കറ്റിൽ നിന്നും എനിക്ക് കുറെ മരുന്നിന്റെയും ടോണിക്കിന്റെയും 1-2 ഗുളികകളുടെയും ബില്ല് കിട്ടി. എല്ലാം ഗർഭിണിയായിരിക്കുന്ന സ്ത്രീകൾ കഴിക്കുന്നത്. ഏട്ടൻ എന്തിനാ ആ മരുന്നുകള്? ഇനി ഗൗരിയേച്ചിക്ക് എങ്ങനെ വല്ല... നീ എന്താ ഈ പറയുന്നത്? തമാശയല്ല മനസ്സേത്. പിന്നെ ആർക്കാ? എനിക്കറിയില്ല. എന്റെ അറിവിൽ ഹരി മെഡിസിൻ വാങ്ങിച്ചു കൊടുക്കാൻ മാത്രം ബന്ധമുള്ള ഒരു ഗർഭിണിയേ ഉള്ളൂ, മൈന. പക്ഷേ അവൾ എവിടെയാണെന്ന് പോലും അറിയില്ലല്ലോ. അത് നമുക്കല്ലേ? ഏട്ടൻ അറിയാമെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ എന്താ? എനിക്കൊന്നും അറിയില്ല. ഇതെല്ലാം വെറും സംശയങ്ങളാ. അന്വേഷിച്ചാൽ കൃത്യമായിട്ട് ഉത്തരങ്ങളിലേക്ക് എത്താവുന്ന സംശയങ്ങൾ. എന്തായാലും തൽക്കാലം ഹരി ഇതൊന്നും അറിയണ്ട. നീ മനസ്സിൽ വെച്ചാ മതി. എന്തൊരു സ്മാർട്ടായിരുന്നു അംബികയുടെ മോള്. ആ കുട്ടിക്ക് എന്ത് പറ്റിയെന്നാ ഞാൻ ആലോചിക്കുന്നേ. അംബിക ഇത് കാണുമ്പോ എന്തായിരിക്കും അവസ്ഥ? ഇങ്ങനെ കണ്ട ഒരമ്മയെ സഹിക്കില്ല. കുട്ടികൾ ഉണ്ടാകാത്തവർക്ക് ആ വിഷമം, ഉണ്ടായവർക്ക് ആ കുഞ്ഞിനെ നല്ല ബുദ്ധിയോടെ കിട്ടിയില്ലെങ്കിൽ വിഷമം. ബുദ്ധിക്കുറവുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിനേക്കാൾ നല്ലത് മക്കളില്ലാതിരിക്കുന്നതാ. ബുദ്ധിക്കുറവോടെ ജനിച്ച കുട്ടി അല്ലല്ലോ അംബികയുടെ മകള്. നല്ല ബുദ്ധിയുള്ള കുട്ടിയായിരുന്നില്ലേ? ഇതെന്തോ അപകടം സംഭവിച്ചതാ. കഷ്ടകാലം വന്നെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു കഷ്ടകാലം ആദ്യമായിട്ടാ. മോളെ തിരിച്ചിട്ടപ്പോ അമ്മയെ കാണാനില്ല. ആരുടെ കാര്യം ലോനപ്പേട്ട് പറയുന്നേ? കുട്ടിയെയും കൊണ്ട് ഇവിടുന്ന് സ്റ്റേഷനിൽ ചെന്നപ്പോഴേ അറിയുന്നത് അമ്മയെ കാണാനില്ല. അംബികയോ? ആ, കുഞ്ഞിനെ തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ചേ അംബിക വീട് വിട്ടുപോയി. ഈശ്വര, ഇതൊത്തിരി പരീക്ഷണം. എങ്ങോട്ട് പോയെന്ന് വല്ല അറിയോ? ഒരറിവുമില്ല. മരിക്കാൻ പോകുന്ന രീതിയിലാ ലെറ്റർ എഴുതി വെച്ചിരിക്കുന്നത്. അതിപ്പോ മരിച്ചോ ജീവിച്ചോ എന്നൊന്നും അറിയാൻ വയ്യ.
ഞാനിത് എവിടെയാ? ആത്മഹത്യ ശ്രമിക്കുന്ന മിക്കവരും ബോധം പോയി കഴിഞ്ഞിട്ട് രക്ഷപ്പെട്ടാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യമായത് ഞാൻ എവിടാന്ന്. അപ്പ തമാശ പറയുന്നത് സിറ്റുവേഷൻ നോക്കിട്ട് വേണം. ആർ യു ഡോക്ടർ? സംശയം ഉണ്ടോടാ? ഒന്ന് പറ, ഞാനിത് എവിടെയാ? നിങ്ങൾ ആരാ? റിലാക്സ്. നിങ്ങളിപ്പോ എന്റെ വീട്ടിൽ കംഫർട്ടബിൾ ആണ്. ഐ ആം ഡോക്ടർ മാത്യു ജെയിട്ടു. എന്റെ കാറിന് മുന്നിലേക്കാണ് നിങ്ങൾ എടുത്തു ചാടി മരിക്കാൻ ശ്രമിച്ചത്. ഭാഗ്യം കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. എന്തിനെന്നെ രക്ഷപ്പെടുത്തി? മരിക്കാനെ സമ്മതിക്കില്ലേ? സമ്മതിക്കാം. അതിനിടെ സമയമുണ്ടല്ലോ. വിവിധ തരത്തിലുള്ള ആത്മഹത്യാ മാർഗങ്ങള് ഞാൻ പറഞ്ഞുതരാം. പിന്നല്ലാതെ എന്റെ വണ്ടി ഇടിച്ച് ഇവിടെ ചത്താലും ഞാൻ സമാധാനം പറയണ്ടേ? അത് ശരി, പക്ഷേ ഒന്ന് സീരിയസ് ആവ് പ്ലീസ്. ഓക്കെ കുട്ടി, നിനക്ക് മരിക്കാൻ ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട്. ഈ ലോകത്ത് ജീവിക്കാനാ ബുദ്ധിമുട്ട്. സോ മരിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ ആയിക്കോളൂ. അതിനു മുമ്പ് ജീവിതം ഒന്ന് പറയാമോ? പറ്റില്ല. എനിക്ക് ആരോടൊന്നും പറയാനില്ല. ഐ വാണ്ട് ടു ഡൈ. എനിക്ക് മരിക്കണം. എന്നാ പിന്നെ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. അല്ല പിന്നെ അപ്പ ഡോണ്ട് ബി ഇമോഷണൽ. ആന്റി ആന്റി എന്നെ ഇഷ്ടമായില്ലേ? ആന്റി പറ, എന്നെ ഇഷ്ടമായില്ലേ? ഒന്നുകൂടെ മയങ്ങട്ടെ, മനസ്സ് ശാന്തവും. ഒരു പാവമാണെന്ന് തോന്നുന്നു പപ്പ. അതെ, പക്ഷേ നീയും കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ആന്റിയുടെ മുഖം കണ്ടപ്പോ എനിക്ക് എന്റെ അമ്മയെ ഓർമ്മ വന്നു പപ്പ. എൻ്റെ കുട്ടിയെ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം. അവളെ സംരക്ഷിക്കാൻ എനിക്ക് മറ്റൊരാളുടെ ആവശ്യമില്ല. സ്വന്തം കുട്ടിയാണെന്ന് ഒരിക്കലും വേണു അംഗീകരിച്ചിരുന്നില്ലല്ലോ ഈ കുഞ്ഞിനെ. ഇപ്പോഴെന്താ പെട്ടെന്നൊരു ബോധോദയം? ഇപ്പോഴല്ല, മുമ്പേ എനിക്കെൻ്റെ തെറ്റുകൾ ബോധ്യപ്പെട്ടിരുന്നു. എൻ്റെ കുഞ്ഞ് സ്വീകരിക്കാനുള്ള മനസ്സ് ഇപ്പൊ എനിക്കുണ്ട്. കുഞ്ഞിനെ സ്വീകരിക്കാനുള്ള മനസ്സല്ല വേണുഗോപ വേണ്ടത്. നിന്നെ വിശ്വസിച്ച് നിന്നെ മനസ്സിൽ പൂജിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പെണ്ണുണ്ട്, ഈ കുഞ്ഞിന്റെ അമ്മ, എന്റെ അനിയത്തി അംബിക. അവളെ സ്വീകരിക്കാനുള്ള മനസ്സാ നീ ആദ്യം കാണിക്കേണ്ടത്. ഞാൻ അവളെ സ്വീകരിക്കും. അവളെ എൻ്റെ ഭാര്യയായിട്ട് കൂടെ താമസിപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. ഈ സംസാരത്തിൽ തന്നെ ഒരു ഔചിത്യമില്ലായ്മ ഉണ്ട് വേണുഗോപ. വേണമെങ്കിൽ സ്വീകരിക്കാം എന്നതിലും അപ്പുറം ഉള്ളിൽ നിന്നുള്ളൊരു ഇഷ്ടമുണ്ടാവണം. ഹൃദയം ഹൃദയത്തോട് സംസാരിക്കുന്നതാണ് ദാമ്പത്യം. ഞാൻ അതിനെല്ലാം ശ്രമിക്കുന്നുണ്ട്. എൻ്റെ കുട്ടിയെ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം. ഇവളിലൂടെയും എനിക്ക് അമ്പയിലേക്കുള്ള വഴി തുറന്നു കിട്ടും. അതിനുവേണ്ടി കുഞ്ഞിനെ വിട്ടുതരാൻ ഞാൻ തയ്യാറല്ല വേണു, പ്രത്യേകിച്ചും ഈ ഒരു അവസ്ഥയിൽ. കുഞ്ഞിനെ ചികിത്സിച്ച് ഭേദമാക്കണം. ഒപ്പം അംബിക എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് അവള് തീരുമാനിക്കട്ടെ കുഞ്ഞിന് നിന്നെപ്പോലൊരു അച്ഛൻ വേണോന്ന്. അവള് സമ്മതിച്ച പിന്നെ കുഞ്ഞിനെ നിനക്ക് തരും. അവള് സമ്മതിച്ചാൽ മാത്രം. എക്സ്ക്യൂസ് മീ, ഒരു ഡൗട്ട് ചോദിക്കാൻ വന്നതാ. അമ്മ ഡോക്ടർ. എന്താ മാഡം? ഇത് ഈ സ്റ്റോറിൽ നിന്നും മരുന്ന് വാങ്ങിച്ചതിന്റെ ബില്ലാ. അതെ. ഇതെല്ലാം പ്രഗ്നൻസി പീരീഡിൽ കഴിക്കേണ്ട മരുന്നുകളാ. ഇതാരാ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോയതെന്ന് വല്ല ഓർമ്മയുണ്ടോ? അയ്യോ, അത് ഓർമ്മയില്ല മാഡം. എത്ര പേര് വന്നു പോകുന്നതാ. പക്ഷേ SS ക്ലിനിക്കിൽ നിന്ന് എഴുതിയ മരുന്നുകളാ. അതെ, ഒരു ക്ലിനിക്കാണ്. എന്ന് വെച്ചാൽ ഒരു സാധാരണ ഡിസ്പെൻസറി, വലിയ ഹോസ്പിറ്റൽ അല്ല. അതെ മാഡം,
ഇത് SS ക്ലിനിക്കിലെ ഡോക്ടർ സിനിസുൽ എഴുതിയ മരുന്നുകളാ. ഉറപ്പാണോ? അതെ, ഓരോ ഡോക്ടേഴ്സ് എഴുതുന്നത് ഓരോ കമ്പനിയുടെ മരുന്നുകളാ. ഈ മരുന്ന് സ്ഥിരമായിട്ട് എഴുതുന്നത് സിനി ഡോക്ടറാ. ആ ക്ലിനിക്കിന്റെ അഡ്രസ് ഒന്ന് തരൂ. അഡ്രസ് അറിയാനൊന്നുമില്ല. ഇവിടുന്ന് അടുത്ത ജംഗ്ഷൻ തമ്പുരാമുക്ക്, അവിടുന്ന് ലെഫ്റ്റ് 100 മീറ്റർ പോയാൽ മതി. SS ക്ലിനിക്ക് എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അല്ല, എന്താ മേഡം കാര്യം? ഏയ് നത്തിങ്. ഈ മെഡിസിനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യണം. ദാറ്റ്സ് ഓൾ. താങ്ക് യു. ശരി. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ സെന്റിമെന്റ്സ് അടിച്ചിരുന്ന ഞാനെന്ത് ചെയ്യും? ഈ ചെറുക്കനൊന്ന് എഴുന്നേൽപ്പിച്ച് വിടമ്പിക്കേ. അവൻ എൻ്റെ ഒരു ബലം. കരയില്ല. ഏത് പ്രശ്നത്തിനുണ്ട് ഒരു പരിഹാരം? എന്തു പരിഹാര പാപ്പ? വേണുഗോപന് ആന്റിയെ വേണ്ട, അതൊക്കെ വേണ്ടെങ്കിൽ വേണ്ട. പക്ഷേ ഗോപുമോള് കാണാതായാൽ ആന്റി എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാ, കുട്ടി നഷ്ടപ്പെട്ടു എന്ന് കരുതി ആത്മഹത്യയൊന്നും അല്ല പ്രതിവിധി. എന്നെ നഷ്ടപ്പെട്ട പപ്പ എന്ത് ചെയ്യും? നീയല്ലാതെ ഞാനുണ്ടോടാ? ആന്റിയും അതേ ചിന്തിച്ചുള്ളൂ. ഡോക്ടർ, ഞാൻ തേടി പിടിച്ച് ഇവിടെ വരണമെങ്കിൽ എനിക്ക് അത്രയ്ക്ക് അറിയാൻ തിടുക്കമുള്ളൊരു കാര്യമാണെന്ന് ഡോക്ടർക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. എന്താ അറിയേണ്ടത്? ഈ മരുന്നുകൾ ഡോക്ടർ ആർക്ക് എഴുതിയതാണ്? ഇത് സാധാരണ പ്രഗ്നൻസി 6 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകളും ടോണിക്കുകളോ? അതങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം? അറിയോ ഡോക്ടർ? അല്ല, ഞാനും ഒരു അമ്മയാ, എനിക്കറിയാം. എന്നാലും ഇത്ര കൃത്യമായി ഓർത്തിരിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. അത് ഓരോരുത്തരുടെയും മെമ്മറി പവറിനെ ആശ്രയിച്ചിരിക്കും. ദാറ്റ്സ് ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ. ഇത് പറയൂ, ആർക്കെഴുതിയ മെഡിസിൻസ് ആണിത്? ഐ എം വെരി സോറി. ഒന്നാമത് ഇത്തരം കാര്യങ്ങളൊന്നും പുറത്തു പറയുന്നത് എത്തിക്സിന് ചേരുന്നതല്ല. പിന്നെ അതുമാത്രമല്ല, നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ ഇതുവരെ പറഞ്ഞില്ല. അത്തരം ഒരാളോട് ഒന്നും ഡിസ്കസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലാതെ ഈ മരുന്നുകൾ ആർക്കാ കൊടുത്തതെന്ന് ഡോക്ടർക്ക് അറിയാം. അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമല്ല. അറിയേണ്ട ഒറ്റ കാര്യം ചോദിക്കാം. ഡോക്ടറുടെ അടുത്ത് മൈനെ ചെക്കപ്പിന് കൊണ്ടുവരാറുണ്ടോ ഒരു അമ്മണിയമ്മ? നിങ്ങളുടെ ചോദ്യങ്ങൾ ശരാശരിയിലും വളരെ താന്നുപോയി. കഷ്ടം. ആയിക്കോട്ടെ, ഉത്തരം പറയൂ. സ്വന്തം പേര് പോലും പറയാൻ പേടിക്കുന്ന നിങ്ങളോട് ഉത്തരം പറയേണ്ട ഒരു ബാധ്യത എനിക്കില്ല. ഐ എം സോറി, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. നിക്ക്, ഇതൊരു നാടകമൊന്നുമല്ല, ജീവിതം. ഇതിൽ വേഷം കിട്ടി ആടിയാൽ നിങ്ങൾക്കും ഇനി സ്വസ്ഥത ഉണ്ടാവില്ല. സർ, ഈ മിസ്സിംഗ് എന്ന് പറയുന്ന സ്ത്രീ ആയിരിക്കണം, അതായത് ഈ അംബിക ആയിരിക്കണം പുലർച്ചയ്ക്ക് ബൈപ്പാസ് വഴി നടന്നുപോയിട്ടുണ്ട്. അതെങ്ങനെ അറിയാം? ഒരു ഊഹം മാത്രമല്ലേ അത്? അല്ല സർ, നൈറ്റിൽ ബീറ്റ് പോലീസിന്റെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് ഹമീദാണ്. പുലർച്ചയ്ക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ ഈ സിദ്ധാർത്ഥൻ പറഞ്ഞ ഫീച്ചേഴ്സ് ഉള്ള ഒരു പെൺകുട്ടിയെ ഹമീദ് കണ്ടതാണ്. അയാളൊന്നും ചോദിച്ചില്ലേ? ഇല്ല സർ, അസ്വാഭാവികമായി ഒന്നും തോന്നിയില്ല എന്ന് പറഞ്ഞു. ബസ്സിറങ്ങി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന പോലെ തോന്നിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോ റെയിൽവേ സ്റ്റേഷനിലേക്കായിരിക്കണം പോയത് അല്ലേ? ആവാം, അതിന് നമുക്ക് ഉറപ്പില്ലല്ലോ സാർ. ആ വഴിക്ക് ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. ഈവൻ ട്രാക്കിലൊരു ബോഡി ഉണ്ടോ എന്ന് വരെ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, യു ക്യാൻ ഗോ. സർ,
എന്താടി? ഒന്നുമില്ല. പക്ഷേ എന്തെങ്കിലും ആവും. നീ കാര്യം പറ. നിന്റെ ഭാര്യയാണോന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. പ്രൗഢഗംഭീരയായ ഒരു സ്ത്രീ ഇവിടെ വന്ന് നിന്നെക്കുറിച്ച് അന്വേഷിച്ചു. പ്രൗഢഗംഭീരയോ? കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് പറഞ്ഞു നോക്കിയതാ. എന്തായാലും നിനക്കൊരു പണി വരുന്നുണ്ട്, അതുറപ്പാ. എന്റെ ഭാര്യയാണെന്ന് ഉറപ്പുണ്ടോ? എന്ന് തോന്നുന്നു. നീ കഴിച്ച ആഹാരം പോലെ ഫീൽ ചെയ്തു അവളുടെ ബോഡി അനാട്ടമി. നീ വെറുതെ ഇരിക്ക സിനി. അങ്ങനെ അന്വേഷിച്ചു വരുന്ന ടൈപ്പൊന്നുമല്ല അവള്. അത് നിനക്ക് തോന്നുന്നതാ. ഭർത്താവിനെ സംശയിച്ചു തുടങ്ങിയ പിന്നെ പെണ്ണു വെറും പെണ്ണ. നീ എന്ന് സൂക്ഷിച്ചു. ഒരു ഡിവോഴ്സ് നോട്ടീസിന്റെ മണം അടിക്കുന്നുണ്ട്. സിനി, ഇത് കളിതമാശയല്ല. സീരിയസ് ആയിട്ടും ഗൗരി അന്വേഷിച്ചു വന്നോ? എന്ന് തോന്നുന്നു ഹരി. എന്റെ തോന്നലുകൾ ശരിയാവാറേ ഉള്ളൂ.